നിലവിൽ മുൻപത്തെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നു, എബി ജോർജ് അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് വന്നു. അവിടെ ഇരുന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് വെറുതെ കയറുകയാണ് അയാൾ ചെയ്തത്. അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് മുഴുവൻ ആളുകളെയും ഇപ്പോൾ അന്ന് കുന്നിടിഞ്ഞ സമയത്ത് അതിന്റെ ആ വീടിനും അതേപോലെ വാഹനത്തിനും നാശനഷ്ടമുണ്ടായ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഹാറൂണിക്ക അദ്ദേഹമായിട്ടാണ് വാക്ക് തർക്കം തെറിയിൽ കലാശിച്ചു. അതായത് തെറി പറഞ്ഞത് ഈ പരിക്ക് പറ്റിയ ആളല്ല, വീടിനും വാഹനത്തിനും പരിക്ക് പറ്റിയ ആളല്ല, മുനിസിപ്പൽ ചെയർമാൻ വന്നിട്ട് തെറി പറഞ്ഞു. അത് അദ്ദേഹം അംഗീകരിക്കുകയാണ്, ഇവിടെ വന്നിട്ട് വിളിച്ചു പറയുകയാണ്. ഞാനത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല, ഞാനത് മനഃപൂർവ്വം ചെയ്യാതിരുന്നതാണെന്ന് ഇവിടെ പച്ചനെ വെച്ച് വിളിച്ചു പറയാണ് ഇവിടുത്തെ ആളുകൾ ഇരിക്കുമ്പോൾ. ഇവിടെ അത് ഞാൻ ശരിയാക്കി തരാമെന്ന് വിചാരിച്ചു വന്നതാണ്, പിന്നെ അത് ഞാൻ അങ്ങോട്ട് വേണ്ടാന്ന് തീരുമാനിച്ചാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ പ്രതിഷേധം അടങ്ങുന്ന ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് സംസാരിക്കുകയുണ്ടായി. അതിനപ്പുറം ആൾ പറഞ്ഞിട്ട് അവിടുത്തെ കൗൺസിലർ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഭരണസമിതിയിലെ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സൗമ്യയാണ് അവിടുത്തെ സൗമ്യ വിനീഷാണ് അവിടുത്തെ 5ാം വാർഡ് കൗൺസിലർ. 5ാം വാർഡ് കൗൺസിലർ ഞാൻ വിളിച്ചിട്ടും യോഗം വിളിക്കാൻ വേണ്ടി പലവട്ടം തയ്യാറായിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഭരണസമിതിയായിരുന്നു ഭരിച്ചിരുന്നത്, ഇനി ഭരിക്കുന്ന ഇങ്ങനത്തെ ആളുകളാണ്. നമ്മൾ എന്ത് വിശ്വസിച്ച് ഈ പറയുന്ന കുന്നിന്റെ ഇടയിൽ നമ്മൾ താമസിക്കും? എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചാലക്കുടി നഗരസഭ ആഫീസിനുള്ളിലാണ്. ഇവിടെ ഇന്ന് നഗരസഭയിലെ 5ാം വാർഡിലുള്ള കുറച്ച് ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവിടെ അവരുടെ വലിയ ഒരു പരാതി ചെയർമാനെ കണ്ട് ബോധ്യപ്പെടാൻ വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാക്ക് തർക്കങ്ങളും വാഗ്വാദങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നഗരസഭയിലെ ചെയർമാനെ കാണാൻ വരുമ്പോൾ ആ വിഷയം എത്രമാത്രം കുളമാക്കാം എന്നുള്ള ചിന്താഗതിയിൽ ചില നേതാക്കന്മാർ, ചില കസേര മനുഷ്യന്മാർ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ വിഷയത്തിലേക്ക് നീങ്ങും. 5ാം വാർഡിലെ പ്രശ്നം എന്താണ്? അവിടെ ആ മുസ്ലിം പള്ളി കഴിഞ്ഞ് തൊട്ട് റൈറ്റിലേക്ക് കയറി പോകുന്ന ഭാഗത്ത് അയിനിക്കുന്ന് എന്ന് പറയുന്ന കുന്നുണ്ട്. ആ കുന്നിൻ്റെ ഒരു ഭാഗം മണ്ണ് ഉയർന്നതാണ്. ആ ഉയർന്ന മണ്ണ് ഭാഗം കഴിഞ്ഞ ജൂൺ 24-ാം തീയതിയോടുകൂടി അതിടിഞ്ഞ് തൊട്ടടുത്ത വീട്ടിലെ ഒരു കാറിൻ്റെ മേലയിലേക്ക് വീണു. ഭാഗ്യത്തിനാണ് ആ കുടുംബം രക്ഷപ്പെട്ടത്. അന്നു മുതൽ അവിടുത്തെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പറയുന്നതാണ്. പക്ഷേ അവിടുത്തെ കൗൺസിലർക്കോ ചാലക്കുടി നഗരസഭാ ഭരണാധികാരികൾക്കോ ഇതിൽ ഇടപെടാനായിട്ട് സമയമില്ല. ഇടപെടുന്നതാകട്ടെ എവിടെയും എത്തുന്നുമില്ല. ഒടുവിൽ കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്തു. അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യാനായിട്ട് ഇടപെടലുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് നിവേദനം അയക്കാനൊക്കെ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോഴും ആ മണ്ണ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവിടുത്തെ പ്രദേശവാസികളുടെ ആവശ്യം യഥാവിധി മനസ്സിലാക്കാനോ അതിൽ ഇടപെടാനോ നഗരസഭാ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ആ മണ്ണ് ഭീഷണിയായിട്ട് നിൽക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇത്രയും വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തൊട്ടടുത്ത് ഭീമാകാരമായ ഈ മൺകൂന ഇങ്ങനെ നിൽക്കുന്നു. അതിൽ വെള്ളം സ്റ്റോറേജ് ചെയ്യുന്നു. അത് വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ അടുത്തുള്ള വീടുകൾക്കൊക്കെ പ്രശ്നമാണ്. ഈ വിഷയത്തിൽ ആരും തന്നെ ഒരു ഇടപെടലും നടത്തുന്നില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 5ാം വാർഡിലെ ജനവിഭാഗങ്ങൾ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ചാലക്കുടി നഗരസഭ അങ്കണത്തിൽ എത്തിച്ചേർന്നത്. അപ്പോഴാണ് ഇവിടെ ഈ വിഷയം എങ്ങനെ കുളമാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടൊരു കസേര മനുഷ്യൻ കടന്നു വരുന്നത്. അവിടെ ആ വീടിന് മൺകൂനയുടെ തൊട്ടടുത്തുള്ള ഏറ്റവും കൂടുതൽ യാതന അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ ഗൃഹനാഥനോട് എനിക്ക് ഒരു മൈ ഡാഷ് ഡാഷ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരു മൈ ഡാഷ് ഡാഷ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി സംസാരിക്കേണ്ടത്? ഇയാൾ ആരാണ്? ഒരു കൗൺസിലർ എന്ന നിലയ്ക്കും ഒരു ഭരണാധിപൻ എന്ന നിലയ്ക്കും ഇങ്ങനെയാണോ വിഷയങ്ങൾ സംസാരിക്കേണ്ടത്? ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ഇദ്ദേഹത്തിൻ്റെ അട്ടഹാസങ്ങളും മുൻപും ഈ നഗരസഭാംഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ആരാണ്? അത് കൃത്യമായിട്ട് തന്നെ 5ാം വാർഡിലെ ജനവിഭാഗം അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അവർക്കും വർത്തമാനം പറയാം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പത്തി അടങ്ങി. പക്ഷേ ഒരു കാരണവശാലും ആ ജനവിഭാഗങ്ങൾ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞങ്ങളുടെ ആവശ്യം കൃത്യമായി തന്നെ അംഗീകരിച്ച് കിട്ടണം. ഇതുപോലെ അസഭ്യം നിറഞ്ഞ രീതിയിൽ സംസാരിക്കുന്ന കൗൺസിലർമാർ ഈ നഗരസഭയ്ക്ക് തന്നെ ശാപമാണ്. ഈ കസേര മനുഷ്യന്മാരുടെ കസേര പോയ കാര്യം അവരത് ഉൾക്കൊള്ളാൻ അവർ സാധിക്കുന്നില്ല. അവർക്ക് കസേരയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിരിക്കുക. നിങ്ങൾക്ക് കസേര ഇവിടെ ഇല്ല. നിങ്ങൾക്ക് കസേര ഇല്ലാത്ത സ്ഥലത്ത് വന്ന് കസേരയുള്ള ആളുകൾ ഇടപെടേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾ കുളമാക്കരുത്, വഷളാക്കരുത്. ജനം നിങ്ങളെ പഠിപ്പിക്കും. ഇങ്ങനെ കൂടുതൽ ഈ വിഷയം വഷളാക്കാമെന്ന് ചിന്തിക്കുന്ന അധികാരികൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ, വലിയ വാക്ക് തർക്കങ്ങൾ ഇന്ന് ചാലക്കുടി നഗരസഭാ അങ്കണം സാക്ഷ്യം വഹിച്ചു. ഈ കസേര മനുഷ്യൻ അദ്ദേഹത്തിനെതിരെ വളരെ രൂക്ഷമായിട്ടാണ് ജനവിഭാഗങ്ങൾ ഇടപെട്ടത്. എന്ത് ഭാഷയാണ് അദ്ദേഹം പറയുന്നത്? ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഈ 5ാം വാർഡിൽ നിന്ന് വന്നിട്ടുള്ളവർ നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പനുമായിട്ട് സംസാരിക്കുകയാണ്. ഇത്രയും മഴ പെയ്യുന്ന സാഹചര്യം വരെ ഇത് കാത്തു നിൽക്കാൻ ഇടവരുത്തിയത് നഗരസഭയുടെ വലിയ വീഴ്ച തന്നെയാണ്. ഈ മൺകൂന ഈ വിഷയം പരിഹരിക്കാനായിട്ടുള്ള സത്വരപരമായ ഇടപെടൽ ഉണ്ടാകട്ടെ. ഈ 5ാം വാർഡിലെ ജനവിഭാഗങ്ങൾ, അവിടുത്തെ ഒരു കൗൺസിലർ ഉണ്ട്, ഒരു വിഷയങ്ങളും ഇടപെടുന്നില്ല. അതാണ് ഇവരുടെ മുഖ്യ പരാതി. എന്തായിരുന്നാലും ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. മഴ പെയ്യുന്നതിനേക്കാൾ മുൻപ് ആ മൺകൂന ഇടിഞ്ഞു വീഴാൻ വലിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. ഞങ്ങൾ 5ാം വാർഡില് ഏകദേശം 225ഓളം കുടുംബങ്ങൾ, ആൾക്കാർ എണ്ണം വരെ 100 ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഭീഷണിയായിട്ടൊരു മണ്ണ് കൂന അവിടെ നിൽക്കുന്നുണ്ട്. ഈ മണ്ണ് കൂന ദിനംപ്രതി ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ ജൂൺ 24-ാം തീയതിയാണ് ഏറ്റവും ആദ്യമായിട്ട് അവിടെ മണ്ണിടിച്ചിട്ടുണ്ടായത്. അന്ന് മുതൽ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരികളോട് ഞങ്ങൾ ഈ വിഷയങ്ങൾ ധരിപ്പിക്കുകയുണ്ടായി. പല വട്ടം അവർ വന്ന് അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി പോവുകയല്ലാതെ യാതൊരുവിധ പരിഹാര മാർഗ്ഗങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെ സാങ്കേതികത്വത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി അടുത്ത മഴ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ഭീഷണിയിലാണ്. ഈ ഭീഷണി ഒഴിവാക്കി തരാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണം എന്നുള്ളൊരു ആവശ്യം നിലവിലുള്ള ചെയർമാനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കളക്ടറോട് പറഞ്ഞപ്പോൾ കളക്ടർ നിയമപരമായ രീതിയിൽ അത് വീണ്ടും കൗൺസിലിലേക്ക് കൊടുത്തു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. കൗൺസിൽ വീണ്ടും പരിശോധിച്ച് നിലവിലെ മുൻ ചെയർമാൻ എബി ജോർജിൻ്റെ സമയത്ത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ജിയോളജിയുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അത് കിട്ടിയിട്ടില്ല എന്നുള്ള സാങ്കേതികത്വമാണ് പറയുന്നത്. വീണ്ടും നമ്മുടെ ആൾക്കാർ അദ്ദേഹത്തെ സമീപിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് കൗൺസിലർ യോഗം വിളിച്ച് തീരുമാനങ്ങൾ പറയാതെ പോയതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത് എന്നാണ് മുൻ ചെയർമാൻ എബി ജോർജ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. നിലവിൽ ഈ കുന്ന് ഇത്രയും അപകടകരമായ വിധത്തിൽ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതി എന്ന് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ ഭൂവുടമയാണ്. ആ ഭൂവുടമ ഇവിടെ നിന്നുള്ള മണ്ണ്, അദ്ദേഹത്തിൻ്റെ താഴ്ന്നു കിടക്കുന്ന ഭൂമിയിൽ നിന്നുള്ള മണ്ണ് മുഴുവനും ഈ കുന്നിൻ്റെ അരികിൽ കൂട്ടിയിട്ട് കുന്നിന് വലിയ ഡംപ് ചെയ്ത് അതിന് ഇത് കൊടുത്തിട്ടാണ് ഈ അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചാലി കീറി ആ വെള്ളം തടഞ്ഞു നിർത്തി അതിൻ്റെ ഇടയിൽ ഈ കുന്നിടിയാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തുകൊണ്ട് ചെയ്ത് ഈ ഭൂവുടമയാണ്. ഈ ഭൂവുടമയ്ക്ക് ഇതുവരെ നോട്ടീസ് അയച്ചായിട്ട് ബന്ധപ്പെട്ടും നേരിട്ട് ബന്ധപ്പെട്ടും ഒരു രീതിയിലുള്ള ഒരു പ്രതികരണം ഇല്ല എന്നാണ് മുനിസിപ്പാലിറ്റി പറയുന്നത്. നൂറുകണക്കിന് ആളുകൾ ഇവിടെ ജീവഭയവും ഭയന്ന് ഇവിടെ ജീവിക്കുകയാണ് ആളുകൾ. പക്ഷെ അതിൻ്റെ ഇടയിലും ഈ പറയുന്ന മുനിസിപ്പാലിറ്റി അധികൃതർ വന്നിട്ട് ഇടയ്ക്ക് യോഗം കൂടും, അതിനുശേഷം കളക്ടർക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയും, ദുരിത നിവാരണ സമിതിക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയും. ഇതെല്ലാം വർത്താനം. ഞങ്ങളെല്ലാവരും ഇരുന്നൊരു യോഗം കൂടി അവർ മിനിറ്റ്സ് രേഖപ്പെടുത്തി കൃത്യമായിട്ട് ഇതിൻ്റെ കളക്ടർക്ക് അയക്കുന്നു പറഞ്ഞു. ആ കളക്ടർക്ക് അയക്കുന്നതിന് ശേഷം നമ്മൾ അവിടെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അവിടെ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അയച്ചിട്ടുള്ള മെയിലകത്ത് പറയുന്നത് അവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യണം എന്നാണ് മുനിസിപ്പാലിറ്റി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം കളക്ടർക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് തിരുത്തി അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും അയക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ രണ്ടാമതും അയച്ചിട്ട് ഏകദേശം 2 ആഴ്ച പിന്നീടാണ് ഇവിടെ മഴ പെയ്ത് ഇവിടെ നാടിനകത്ത് വീണ്ടും പ്രളയവേണ്ടി വരികയാണ്. അതിനൊപ്പം തന്നെ അവിടെ കുന്നിടിയാണ്. ദിനം പ്രതി അവിടെ കുന്നിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോരുകയാണ്. അവിടെ ഈ നാട്ടിലെ പ്രദേശവാസികൾ നടന്നു പോകുന്ന റോഡാണ് ഇതിന് താഴെ. ഈ റോഡിന് നേരെ മുകളിലായിട്ടാണ് 20 അടിയോളം മുകളിലേക്ക് നിൽക്കുന്ന കുന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ അപകട ഭീഷണി ഒഴിവാക്കി തരാൻ വേണ്ടി മുനിസിപ്പാലിറ്റി അടിയന്തര ഇടപെടൽ നടത്തും. അതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പ്രദേശവാസികൾ, ഇത് ആക്ഷൻ കൗൺസിൽ നമ്മുടെ അയിനിക്കുന്ന് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും അവിടെ അപകടകരമായിട്ടുള്ള അവസ്ഥ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പ്രതിഷേധങ്ങൾ തുടരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്.